കവിതാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചക്കക്കുരു, മുരിങ്ങക്ക, മാങ്ങ ഇട്ട് ഒരു ഒഴിച്ചു കൂട്ടാനാണ്. അതിനുവേണ്ടി തേങ്ങ, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇത്രയും ഇട്ട് നല്ലപോലെ മയത്തിൽ അരച്ചു വച്ചിരിക്കുന്നു. ചക്കക്കുരു കുക്കറിൽ ഒരു 3 വിസിൽ വന്ന വരെ ഇട്ട് വേവിച്ചെടുക്കണം. തൊലി കളഞ്ഞ് കഴുകിയെടുത്തതാണ്. മാങ്ങയും മുരിങ്ങക്കയും സാധാ ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കണം. വേവ് കുറവായതുകൊണ്ട് അങ്ങനെ വേവിച്ചാൽ മതി. മുരിങ്ങക്കയിൽ വെള്ളമൊഴിച്ച് വേവാൻ കുറച്ച് ഉപ്പ് ഇട്ട് വേവാൻ വെക്കുക. 3 വിസിൽ വരുമ്പോൾ വെന്ത് വരും. നല്ല രുചിയുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാണ്. ഇതിൻ്റെ കൂടെ മീൻ പൊരിച്ചതോ നല്ല മെഴുക്ക് പുരട്ടിയോ ഉണ്ടെങ്കിൽ ചോറ് എത്ര തിന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരുന്നവരെയും വേവിക്കും. ഇതിലും കുറച്ച് വെള്ളം ഒഴിച്ച് വേറൊരടുപ്പിൽ വേവാൻ വെക്കുക. കുറച്ച് ഉപ്പും ഇട്ട് എല്ലാത്തിലും ഉപ്പിടണോണ്ട് കുറേശ്ശെ ഉപ്പിട്ടാൽ മതിയാവും. രണ്ടും വേകാൻ വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം വേവുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. കുരു 2 വിസിൽ വന്നു. ഞാൻ വെന്താൻ നോക്കാൻ പോവുകയാണ്. രണ്ട് വിസിൽ വന്നപ്പോഴേക്കും ചക്കക്കുരു നല്ല മാവ് പോലെ വെന്ത് കഴിഞ്ഞു. ഇത് തേൻ വരിക്കയുടേതായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു വേവ് കുറവാണ്. അതുകൊണ്ടാണ് 2 വിസിലെടുത്തത്. ചില ചക്കക്കുരുക്ക് വേവ് കൂടുതലായിരിക്കും. വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന മാങ്ങയിലും മുരിങ്ങക്കയിലും ഇട്ട് കൊടുക്കുക. ഊറ്റിയിട്ട് നല്ല രുചിയുള്ള ഒഴിച്ചു കൂട്ടാനാണിത്. പണ്ടത്തെ അമ്മമാർ വെച്ചിരുന്നതാണിത്. കുട്ടികൾ സ്കൂളിൽ പോയി വരുമ്പോൾ ചോറിൻ്റെ കൂടെ കൊടുക്കാനൊക്കെ ഇത് വളരെ രുചിയുള്ള കറിയാണ്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ഞാനിന്ന് ഇവിടെ എനിക്കൊരു ആഗ്രഹം തോന്നിയപ്പോൾ വെക്കാൻ വേണ്ടി പോയി. എൻ്റെ കൊച്ചുമക്കൾക്കും ഇത് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിയാം, പക്ഷേ ഞാനിടുന്നത് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അവരും കൂടി ചെയ്ത് കഴിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ അരപ്പിട്ട് കലക്കുക. ഈ അരപ്പിട്ട് നല്ലപോലെ കലക്കിയെടുക്കാം. എരിവ് കുറച്ചിടണം, കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടി തേങ്ങയുടെ കൂടെ അരക്കാം. ഞാൻ ഒരു പച്ചമുളക് മാത്രമേ അരച്ചുള്ളൂ. ഒരു പച്ചമുളക് വെറുതെയും ഇട്ടിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കും. ഒരു ആവി വന്നതിന് ശേഷം താളിച്ചാൽ കറി റെഡിയായി. ഉപ്പ് കുറവാണ്, ഉപ്പിട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഒഴിച്ചു കറി, നല്ല കുറുകിയ ചാറോട് കൂടിയ ഒഴിച്ചു കറിയാണ്. ഇത്രയും കുറുക്ക് വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചാറാക്കാം. പക്ഷേ ഇവിടെ ഇത്രയും കുറുക്കിലാണ് ഞാൻ വെക്കുന്നത്. കുട്ടികൾക്കൊന്ന് കാണിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയല്ലേ ഉള്ളൂ. മുരിങ്ങക്കയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല രുചിയുള്ള വെള്ളയാണ് ഒഴിച്ചു കറിയാണിത്. കൊച്ചിക്കാർ ഇതിനെ തേങ്ങാച്ചാറ് എന്ന് പറയും. കൊല്ലത്ത് ഒഴിച്ചു കറി എന്നാണ് പറയുന്നത്. വെള്ളയാണം, തിരുവനന്തപുരം രാജ്യങ്ങളിലൊക്കെ വെള്ളയാണം, വെള്ളക്കറി എന്നൊക്കെയാണ് പറയുന്നത്. പല സ്ഥലത്തും പല പേരാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്തെന്നാണ് പറയുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. വെള്ളക്കറിക്ക് തേങ്ങാച്ചാറിന് തിള വന്നുകൂടാ. തിള വന്നാൽ തേങ്ങ മാത്രമായതുകൊണ്ട്
പിരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് ആവി വരുമ്പോഴത്തേക്കും തിള വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇറക്കി വെച്ചിട്ട് താളിച്ചെടുക്കണം. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പോയിന്റുകൾ ഇതിൻ്റെ. കറക്റ്റ് പരുവമായിട്ടുണ്ട്, ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറക്കി മാറ്റിയതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ചൂടാകുന്നത് വരെയും വെയിറ്റ് ചെയ്യും. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ച് അധികം ഇട്ട് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും കറി കാണാൻ. കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കടുക് മൊത്തം പൊട്ടി തീരട്ടെ. കറിവേപ്പിലയും ഇനി ഇത് കറിയിൽ താളിച്ചൊഴിക്കാം. നല്ല രുചിയുള്ള കറിയാണിത്. മുരിങ്ങക്കയും മാങ്ങയും ചക്കക്കുരുവും ഇട്ട് വെച്ച തേങ്ങാച്ചാറ്. ഇത് കൂട്ടി ചോറ് തിന്നുമ്പോൾ എനിക്ക് ഒരു രക്ഷയില്ല. എനിക്ക് ഓർക്കാൻ പോലും വയ്യ. പണ്ട് കൊച്ചുനാളുകളിൽ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി തന്ന അതേ രുചിയും മണവുമുള്ള ഒരു തേങ്ങാച്ചാർ. നല്ല രുചിയുണ്ട്. ജീരകത്തിൻ്റെ ചൊവ്വയും എല്ലാം ആയിട്ട് ചക്കക്കുരുയുടെ മണവും മുരിങ്ങക്കയുടെ മണവും എല്ലാം കൂടി ചേർന്ന ഒരു നൊസ്റ്റാൾജിയ വരുന്ന ഒരു കറിയാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇത് നല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ. ഒരു കറിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം. ഇതിൻ്റെ കൂടെ മീൻ പൊരിച്ചതും എന്തെങ്കിലും മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിൽ ചോറ് നല്ല കുശാലായിട്ട് ഉണ്ണാവുന്നതാണ്. എങ്ങാനും മീനില്ലാത്ത സമയമാണെങ്കിൽ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പപ്പടമോ മെഴുക്ക് വരട്ടി ഉണ്ടെങ്കിലും ഒരു അച്ചാറുണ്ടെങ്കിലും കഴിക്കാം.